വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാരം ഇന്ന് നടക്കും. 11 മണിക്ക് ജന്മനാടായ ബാരാമതിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം പ്രമുഖർ പങ്കെടുക്കും. രാവിലെ 10 മണി മുതൽ പൊതുദർശനം ആരംഭിക്കും. അപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. PR സുനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. സുനിൽ, പ്രധാനപ്പെട്ട നേതാവിന്റെ നഷ്ടം, ആ വിയോഗത്തിൽ ഇന്ന് പൊതുദർശനത്തിലടക്കം ഒരുപാട് പേർ ഒഴുകിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അമിത്ഷായൊക്കെ എപ്പോഴെത്തും? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി എന്താണ്? രാവിലെ 11 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബാരാമതിയിലെ വിദ്യാപ്രതിഷ്ഠാൻ ഗ്രൗണ്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്ന് ബാരാമതിയിലെത്തും. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ഞെട്ടലാണ് അജിത് പവാറിന്റെ ഈ വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് ഇന്നലെ ബാരാമതിയിലേക്ക് അജിത് പവാർ എത്തിയത്. അതിനിടയിലാണ് വിമാനാപകടം ഉണ്ടായത്. ഏതായാലും ഈ സംഭവത്തിൽ DGCA അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. കാലാവസ്ഥാ പ്രശ്നങ്ങളാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ DGCA വിലയിരുത്തുന്നത്. ഈ സംഭവത്തിൽ മറ്റെന്തെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ഈ വിമാനാപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണം, സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. കോൺഗ്രസും ആ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് NDA പാളയത്തിൽ നിന്ന് വിട്ട് പ്രതിപക്ഷ നിരയിലേക്ക് എത്താൻ അജിത് പവാർ നീക്കം നടത്തുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു വിമാന ദുരന്തം ഉണ്ടായത് എന്നാണ് തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു ഉന്നതതല അന്വേഷണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അത്തരം അന്വേഷണങ്ങൾ നടക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും DGCA വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ പ്രശ്നം തന്നെയാണ് ഇങ്ങനെയൊരു അപകടത്തിന് സാധ്യത എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയാണ്. ഏതായാലും അതിനിടയിൽ സംസ്കാര ചടങ്ങുകൾ ഇന്ന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ബാരാമതിയിൽ നടക്കും. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. അന്തരിച്ച അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കും.